അപ്പോൾ ഇന്ന് നമ്മുടെ അറേയുടെ കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അറേ എന്നുള്ളതും ഈ അറേയും കാര്യമൊക്കെ എങ്ങനെയാണ് പ്രോഗ്രാമിൽ ഉപയോഗിക്കണം എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ അറേയുടെ കൺസെപ്റ്റിലോട്ട് പോകാം കേട്ടോ. അതിനുശേഷം നമുക്ക് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ അറേയുടെ കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ അറേയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും വേണ്ടിയാണ് നമുക്ക് അതിന് സിമ്പിളായിട്ട് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാൻ പറ്റുമോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേരിയബിളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യേണ്ടി പഠിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡാറ്റ ടൈപ്പ് കൊടുക്കും. നമുക്ക് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് കൊടുക്കും. അതേപോലെ ഫ്ലോട്ടാണ്, അതായത് പോയിന്റുള്ള വാല്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലോട്ട് എന്ന് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടർ ആണ് വേണമെന്നുണ്ടെങ്കിൽ ക്യാർ എന്ന് കൊടുക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ സെറ്റ് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമുക്കൊരു 5 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ഫസ്റ്റ് ആയിട്ട് ജസ്റ്റ് എക്സാമ്പിൾ വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നമുക്കൊരു 5 വേരിയബിൾ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ആയിട്ട് ഡാറ്റ ടൈപ്പ് കൊടുക്കും. ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഫസ്റ്റ് ഇൻറ്റിജറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ് കൊടുക്കും. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഇൻറ്റിജറാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ഇൻറ്റ് എന്ന് കൊടുക്കും. ആ ഇൻറ്റ് കൊടുത്തതിന് ശേഷം നമുക്കൊരു പേര് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു നെയിം കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യേണ്ടാവുക. അതായത് ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കും, പിന്നെ ഒരു പേര് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ 5 വേണമെന്ന് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇൻറ്റിജർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇൻറ്റ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നെയിം കൊടുക്കും. അപ്പോൾ നെയിം കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 5 വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇൻറ്റ്, അങ്ങനെ നമുക്ക് 5 പ്രാവശ്യം വേണ്ടി വരും. അപ്പോൾ നെയിം എന്നുള്ളത് വേറെ വേറെ പേരിലോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പേരിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യില്ല, വേറെ വേറെ പേരായിട്ട് നമുക്ക് വേരിയബിൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വേരിയബിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഇതെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ അറേ എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് നമ്മൾ സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റുഡൻറ്റിനെ സെറ്റ് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് കാര്യം സെറ്റാണ് ഇവിടെ. നമ്മുടെ സ്റ്റുഡൻറ്റിനെ ഇപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്റ്റുഡൻറ്റിന് നമുക്ക് ഇനി 6 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ കേസിലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 6 വേരിയബിളായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി സാധാരണ എന്താ ചെയ്യാം, ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കും. അപ്പോൾ ഇൻറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എന്ത് ചെയ്യും, ഒരു സബ്ജക്റ്റ് ആളെ വേണ്ട. അപ്പോൾ സബ്ജക്റ്റിൽ ജസ്റ്റ് ചുരുക്കിയാണ് നമ്മൾ സബ് 1 എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ 6 വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇൻറ്റ് സബ് 2, അങ്ങനെ നമുക്ക് സബ് 2, 3, 4, 5, 6 വരെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ സബ്ജക്റ്റ് എന്നുള്ളത് വേരിയബിളിൻ്റെ കേസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വേരിയബിൾ ഒന്ന് സെറ്റ് ചെയ്യും. അതേപോലെ നമുക്ക് 6 വേണമെന്നുണ്ടെങ്കിൽ 6 പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതേപോലെ തന്നെ മറ്റൊരു സ്റ്റുഡൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം, ഇതേപോലെ തന്നെ 6 പ്രാവശ്യം പിന്നെ നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും. പ്രോഗ്രാം ചെയ്ത സമയത്ത് വലിയ രീതിയിലോട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ അറേ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് അറേയും കാര്യം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് നമുക്ക് ആദ്യം ഇൻറ്റ് കൊടുക്കാം. നമുക്ക് ഡാറ്റ ടൈപ്പ് ഇൻറ്റാണ് വേണ്ടത്, ഇൻറ്റിജറാണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുതുമെന്ന് നോക്കണ്ട, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു അറേക്ക് ഒരു പേര് കൊടുക്കാം കേട്ടോ. നമുക്ക് അറേക്ക് സിമ്പിളായിട്ട് ഒരു നെയിം എന്നുള്ള പേര് കൊടുക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു നെയിം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കാൻ പറ്റുന്നതാണ്. നെയിം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുത്തു, അതിന് ശേഷം ഒരു പേര് കൊടുത്തു, നമ്മൾ അറേക്ക് പേര് കൊടുത്തിട്ടുണ്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര സൈസുള്ള അറേയാണ് വേണ്ടത്. ജസ്റ്റ് സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞല്ലോ 6 എന്നുള്ളത്, 6 ഒരു സ്റ്റുഡൻറ്റിന് 6 സബ്ജക്റ്റിന് കേസ് ആണല്ലോ. അപ്പോൾ നമുക്ക് 6 വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഈ ബ്രാക്കറ്റിനുള്ളിൽ 6 എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 6 ബ്ലോക്കുള്ള അറേ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതായത് ജസ്റ്റ് ഇത് ഇതേപോലെ ഒരു 6 ബ്ലോക്കുള്ള അറേ ഉണ്ടാവും. ജസ്റ്റ് ഇതേപോലെ 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6. അപ്പോൾ നമുക്ക് ഇതേപോലെ 6 ബ്ലോക്കുള്ള അറേ കാര്യം ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ അകത്തോടെ എഴുതും ഇതേപോലെ 1, 2, 3, 4, 5, 6. ഇതേപോലെ നമുക്കൊരു ബ്ലോക്കും കാര്യം ഉണ്ടാക്കി എടുക്കും. നമ്മൾ ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുത്തു, അതിന് ശേഷം ഒരു പേര് കൊടുത്തു, അറേക്കുള്ളൊരു പേര് കൊടുത്തു. അപ്പോൾ നെയിം എന്നുള്ള പേര് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്കൊരു ബ്ലോക്കും കാര്യം ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഡാറ്റയും ആക്സസ് ചെയ്യാനും വേണ്ടിയാണ്ട് നമ്മൾ ഇൻഡെക്സ് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് എന്താ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരു 5 ബ്ലോക്കുള്ള അറേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ബ്ലോക്കുള്ള അറേ എങ്ങനെ ഉണ്ടാക്കേണ്ടി മനസ്സിലായോ, ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുത്തു ഇൻറ്റ്, പിന്നെ അതിനൊരു പേര് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നെയിം എന്നുള്ള പേര് കൊടുത്തു. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മളൊരു ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ 5 സെറ്റ് ചെയ്യും കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു 5 ബ്ലോക്കുള്ള അറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ ചെയ്യുന്നതോടെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ.
അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള 5 ബ്ലോക്കുകൾ ആരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതേപോലെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റ്. നമുക്ക് ആദ്യം ഇൻറ്റിജറാണ് വേണ്ടത്. ഡാറ്റ ടൈപ്പ് ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പേര് കൊടുക്കുക നെയിം എന്നുള്ളത്. പിന്നെ നമുക്ക് എത്ര ബ്ലോക്കുകൾ അറിയണം വേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് 5 ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് 5 ബ്ലോക്കുകൾ ഉണ്ടാവുന്ന കേട്ടോ. 3. ഇനി നമുക്ക് നമ്മുടെ ഇൻഡെക്സ് എന്താ നോക്കാം കേട്ടോ. നമ്മുടെ ഇൻഡെക്സ് തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ 5 ബ്ലോക്കുകൾ അറേ വെച്ചിട്ടാണ് തുടങ്ങാം. അപ്പോൾ ഈ അറേയുടെ കേസിൽ നമുക്ക് ആദ്യം പറഞ്ഞില്ല 0 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിലായിട്ടുള്ള 0 എന്നുള്ളത് വരും. അതിനുശേഷം 1 വരും. അതിനുശേഷം ഇവിടെ 2 എന്ന് വരും. അതിനുശേഷം ഇവിടെ 3 എന്ന് വരും. അതിനുശേഷം ഇവിടെ 4 വരും. ഇതിൻ്റെ അടിയിലോട്ട് നോക്കുകയാണെങ്കിൽ 1 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഇവിടെ 2 എന്നായിരിക്കും ഉണ്ടാവുക, ഇവിടെ 3 എന്നായിരിക്കും ഉണ്ടാവുക, ഇവിടെ 4 ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ 5 ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ഇൻഡെക്സ് എന്താ വെച്ചാൽ മുകളിൽ 0 വെച്ചിട്ടാണ് തുടങ്ങുന്നത് പറഞ്ഞു. അപ്പോൾ അവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 5 ബ്ലോക്കുള്ള അറ ഉണ്ടാക്കി അതിന് മുകളിൽ ഇൻഡെക്സ് എന്താ വെച്ചാൽ 0 വെച്ചാണ് തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ ഇതിൽ 0 എന്നുണ്ടാവും, പിന്നെ 1, പിന്നെ 2, പിന്നെ 3, 4. നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞില്ല അടിയിലോട്ട് അഡ്ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. അവിടെ ഈ ഭാഗത്തോടായിട്ട് ഇൻറ്റ്, അതായത് ഡാറ്റ ടൈപ്പ് കൊടുത്തതിന് ശേഷം ഒരു പേര് കൊടുത്തു. പിന്നെ എത്ര വലിപ്പമുള്ള അറ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് എത്ര എണ്ണം ഉൾക്കൊള്ളുന്ന അറ വേണ്ടതെന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ 5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 ബ്ലോക്കുള്ള അറ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇൻഡെക്സ് ആയിട്ട് 0, 1, 2, 3, 4 അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 0 വെച്ചാണ് ഇൻഡെക്സ് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 0 വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓരോ ഡാറ്റയും എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി എക്സാമ്പിൾ വെച്ചാണ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു 5 ബ്ലോക്കുള്ള അറ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് 1, 2, 3, 4, 1, 2, 3, 4, 5 ബ്ലോക്കുള്ള അറ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡാറ്റ ആക്സസ് ചെയ്യാനും വേണ്ടിയാണ്ട് നമുക്ക് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യട്ടെ. നമ്മൾ ഇൻഡെക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 0, 1, 2, 3, 4 അവിടെ ഇൻഡെക്സും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആരും മനസ്സിലാക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ആകെ മനസ്സിലാക്കാണ്ട് ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുക്കാം. നമുക്ക് ഇൻറ്റിജർ വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ നമ്മൾ പേര് ഇവിടെ കൊടുക്കും. അതിനുശേഷം നമുക്ക് എത്ര ബ്ലോക്കുള്ള അറേ വേണ്ടത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് നമുക്കൊരു 5 വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ 5 കൊടുക്കും. നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇതൊന്നും മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഡാറ്റ ആക്സസ് ചെയ്യാനും വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇൻറ്റിജർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഇൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സ്പേസ് ഉണ്ടാകുന്നത്. നമുക്കൊരു 5 ഇതുള്ള വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 5 കൊടുത്തു. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു അസൈൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് നമ്മുടെ അറേൻ്റെ അകത്തോടെ ഓരോ വാല്യൂ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ അറേൻ്റെ അകത്തോടായിട്ട് ഒരു 5 ബ്ലോക്കുള്ള അറയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി 5 വാല്യൂ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1, 2, 3, 4, 5. അപ്പോൾ നമ്മളൊരു അറ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഇൻറ്റ് ആണ്. പിന്നെ അതിന് പേര് കൊടുത്തിട്ടുണ്ട് നെയിം എന്നുള്ളത്. പിന്നെ നമുക്ക് 5 കൊടുത്തില്ല. അപ്പോൾ നമുക്ക് 5 ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനൊക്കെ ഓരോന്നിനായിട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്നുള്ളത് ജസ്റ്റ് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടുകൊണ്ട് ആരും കൺഫ്യൂഷൻ അടിക്കണം. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്ന കേട്ടോ. ഇനി നമുക്ക് ഓരോ ഡാറ്റയും എങ്ങനെ ആക്സസ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് ഇൻറ്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ട് നെയിം ആയിരുന്നു, പേരായിട്ട് നമ്മൾ നെയിമാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയിം എന്ന് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ ചെയ്യുന്നത്. ബ്രാക്കറ്റിനകത്ത് 5 കൊടുത്തിട്ടുണ്ട്. ഈ 5 എന്നുള്ളത് നമ്മൾ ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഡെക്സ് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഈ രീതിയിലുള്ളൊരു ബ്ലോക്ക് ഉണ്ടാവും. അതിന് ശേഷം ഫസ്റ്റത്തെ, രണ്ടാമത്തെ, 3, 4, 5. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബ്ലോക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതിന് മുകളിലോട്ടായിട്ട് 0, ഫസ്റ്റത്തിൽ 0 ആയിട്ടുണ്ടാവും. അതിനുശേഷം 1 ഉണ്ടാവും, പിന്നെ 2 ഉണ്ടാവും, പിന്നുള്ളത് 3 ഉണ്ടാവും, പിന്നുള്ളത് 4 ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇൻഡെക്സ് വരിക. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വാല്യൂനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് ആദ്യം വാല്യൂ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത് 1, 2, 3, 4, 5 എന്നുള്ള വാല്യൂ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അതിന് ശേഷം നമ്മളൊരു പേര് കൊടുത്തു. അത് നമുക്ക് 5 ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ 5 ബ്ലോക്കുകൾ ആരെയും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആദ്യം അവിടെ ആയിട്ട് നമുക്ക് ഏതൊക്കെ വാല്യൂ വേണ്ടി നമ്മൾ കൊടുത്തില്ല. 1, 2, 3, 4, 5 എന്നുള്ളൊരു വാല്യൂ ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ തന്നെ ആദ്യം ഒരു ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇൻഡെക്സ് നോക്കി ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ മുകളിലോട്ട് ഫസ്റ്റിൽ 0 എന്നാണ് ഉള്ളത്, രണ്ടാമത്തിൽ 1 ആണ്. പക്ഷേ ആ ബ്ലോക്കിനകത്തോട്ട് നോക്കുമോ 2 ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇൻഡെക്സ് എപ്പോഴും 0 തൊട്ടാണ് തുടങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് 0 ജസ്റ്റ് മുകളിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കൈ വെച്ചാണ് എഴുതുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഓരോ ഡാറ്റയും എങ്ങനെ ആക്സസ് ചെയ്യേണ്ടത് നോക്കാനും വേണ്ടിയാണ്ട് നമ്മൾ ആദ്യം ഈ ഒരു ഭാഗത്തോട്ടായിട്ട്
ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇൻ്റാണ് വേണ്ടത്, ഇൻറ്റിജറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു പേര് കൊടുക്കണം. അപ്പോൾ നെയിം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയിമിൻ്റെ അടുത്തോടായിട്ട് തന്നെ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് വാല്യൂ മാറ്റം വരുത്തുന്നുണ്ട് ആ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി അഞ്ചാമത്തെ, അതായത് നമ്മൾ അറേൻ്റെ അകത്തുള്ള ഈ വാല്യൂ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഈ 5 നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് വന്നതിന് ശേഷം ഈ 5ാമത്തെ മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടായിട്ട് 4 എന്ന് ഇട്ട് കൊടുക്കുക. ഈ 4 എന്താ മനസ്സിലായോ? ഇതിൻ്റെ മുകളിലോട്ട് നോക്കുക. ഇതിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് 4 കണ്ടോ? ഇതെന്താ വെച്ചാൽ ഇൻഡെക്സ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഇൻഡെക്സ് 0 തൊട്ട് വേണം തുടങ്ങാം. അപ്പോൾ അതോടെ തന്നെ ഫസ്റ്റ് 0 എന്നായിരിക്കും, അതിനുശേഷം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. മനസ്സിലായോ? അപ്പോൾ ഈ 4 ആണ് ജസ്റ്റ് ഇവിടെ വിളിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ നേരായിട്ട് നമുക്ക് വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ട് അസൈൻ ചിഹ്നം ഇട്ടു. ഇനി നമുക്ക് ഈ ഒരു വാല്യൂ 5ാമത്തെ വാല്യൂ ഇവിടുത്തെ വാല്യൂ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ മാറ്റാനും വേണ്ടി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ 5 എന്നുള്ള മാറിയതിന് ശേഷം അവിടെ നമുക്ക് 50 എന്നുള്ള വാല്യൂ ആവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എങ്ങനെയുള്ള ഡാറ്റയുടെ വാല്യൂ എങ്ങനെ മാറ്റിയെടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അറേനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. നമുക്ക് പ്രോഗ്രാം അങ്ങനെ ചെയ്യേണ്ടി നോക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അറേയുടെ കൺസെപ്റ്റ് പ്രോഗ്രാം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് അറേ മനസ്സിലാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്കൊരു ചെറിയ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ പ്രൊജക്റ്റ് എന്താ വെച്ചാൽ നമുക്കൊരു LED ചേസർ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ LED ചേസർ എന്താ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഒരു 5 LED നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 5 LEDക്ക് നമ്മൾ LED1, LED2, LED3, LED4, LED5 എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടോ. നമുക്ക് നമ്മുടെ LEDകളെയും LED1 ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ LED2 ഓൺ ആയിരിക്കണം, LED2 ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ LED3 ഓൺ ആയിരിക്കണം, LED3 ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ LED4 ഓൺ ആയിരിക്കണം, LED4 ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ LED5 ഓൺ ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യണം കേട്ടോ. ഒരു ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു LED ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരു LED ഓൺ ആയിരിക്കണം. അതുകൊണ്ട് 5 LED വെക്കുന്ന സമയത്ത് ഒരു LED ഓഫോ മറ്റേ LED ഓണോ, ഒരു LED ഓഫോ ഒരു LED ഓണോ. അപ്പോൾ ആ രീതി സ്പീഡ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഒരു LED ചേസർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് അറേ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനും വേണ്ടിയാണ്ട് നമുക്ക് അറേക്ക് ഒരു പേര് വേണമെങ്കിൽ ആദ്യം കൊടുക്കാനുണ്ടോ. അപ്പോൾ അറേക്ക് പേര് കൊടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും പേര് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പേര് കാര്യം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും LED അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്താണ് അറേ ഉണ്ടാക്കിയെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ആദ്യം ഒരു അറേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻറ്റ് കൊടുക്കാം. നമുക്ക് അറേക്ക് പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് LED എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ LEDക്ക് അതായത് നമ്മൾ അറേൻ്റെ അകത്ത് എത്രത്തോളം ഉൾക്കൊള്ളണമെന്ന് വേണ്ടിയാണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോടായിട്ട് ഒരു 5 ഒന്ന് കൊടുക്കാം കേട്ടോ. നമുക്ക് 5 എണ്ണം ഉൾക്കൊള്ളുന്ന അറേയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ അറേൻ്റെ ഇവിടോട്ടായിട്ട് ഒരു അസൈൻ ഇട്ടെടുത്തതിന് ശേഷം ഇവിടോട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തോട്ടായിട്ട് നമുക്ക് ഓരോ പിന്നുകൾ ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് 5 LED വേണം. ആ 5 LEDക്ക് വേണ്ടിയുള്ള പിന്നുകളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഒരു A0 മുതൽ A4 വരെ ആക്കാം. നമുക്ക് 5 എണ്ണം ആവില്ല. A0 മുതൽ A4 വരെ ആക്കുമ്പോൾ 5 എണ്ണം ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് A0 മുതൽ തുടങ്ങാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പേര് കാണാൻ കൊടുക്കാം കേട്ടോ. അല്ല പിന്നു കാണാൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഒരു A0 മുതൽ A4 വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് A2, A3, A4 കണ്ടോ. ഇപ്പോൾ നമുക്ക് 5 എണ്ണം ആയിട്ടുണ്ട്. A0 മുതൽ A4 വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണം ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മളിപ്പോൾ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. ഇനി നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഇവിടെ ആയിട്ട് ഒരു സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്കൊരു I എന്നുള്ള പേര് വെച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇൻറ്റ് I അസൈൻ. ഐയുടെ വാല്യൂ നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് I അസൈൻ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്യാമെന്ന് വെച്ചാൽ വോയിഡ് സെറ്റപ്പ് വോയിഡ് ലൂപ്പ് എഴുതി കൊടുക്കണം. അപ്പോൾ വോയിഡ് സെറ്റപ്പ് ഇതൊക്കെ പിന്നെ സാധാ പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വോയിഡ് സെറ്റപ്പ് നമ്മൾ എഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ വോയിഡ് സെറ്റപ്പ് എഴുതിയിട്ടുണ്ട്. നമുക്ക് വോയിഡ് ലൂപ്പ് അതേപോലെ തന്നെ എഴുതാം കേട്ടോ. നിങ്ങൾ വോയിഡ് സെറ്റപ്പ് മാത്രം എഴുതിക്കാണ്ട് കമ്പനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഡിൽ എറർ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ എറർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പ് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വോയിഡ് സെറ്റപ്പിനകത്ത് ഈ 5 LEDക്ക് വേണമെങ്കിൽ പിൻ മോഡ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. സാധാരണ ചെയ്യുമ്പോൾ ഒരു LED സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് വിളിച്ചതിന് ശേഷം ഒരു പിൻ മോഡ് ഔട്ട്പുട്ട് അങ്ങനെ സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ 5 LEDക്ക് വേണ്ടിയാണ്ട് പിൻ മോഡ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ എന്താ ചെയ്യുക, ആദ്യം ഒരു പിൻ മോഡ് വിളിക്കും. ഒരു LEDക്ക് വേണ്ടി ഒരു പിൻ മോഡ് സെറ്റ് ചെയ്യുക. അതേപോലെ ഇങ്ങനെ 5 LEDക്ക് വേണ്ടി പിൻ മോഡ് ഇങ്ങനെ എഴുതി കൊടുക്കണം. 5 LEDക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫോർ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഇനി അത് തന്നെയാണ് നമ്മൾ ഓരോ സമയം പഠിച്ചിട്ട് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫോർ ലൂപ്പ് മനസ്സിലാക്കിയത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫോർ ലൂപ്പിൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആ വീഡിയോ വാച്ച് ചെയ്യണ്ടോ, എന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് 5 പ്രാവശ്യം എഴുതി കൊടുക്കണ്ടല്ലോ. നമുക്ക് ഒറ്റ പ്രാവശ്യം പിൻമോഡ് നല്ല സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിൻമോഡ് നല്ല സെറ്റ് ചെയ്യുന്ന സമയത്ത് 5 LEDക്ക് വേണ്ടിയാണ് ആ പിൻമോഡിനെ വർക്ക് ചെയ്യുന്നതാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് തുടങ്ങാം കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടി 4 എന്ന് കൊടുക്കാം. 4 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തോടായിട്ട് ഒരു വേരിയബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റ് ഒരു ഐ തുടങ്ങണം. നമുക്ക് ഐ അസൈൻ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ ലൂപ്പ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ആ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഐ അസൈൻ 0 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഐ ലെസ് ദാൻ 5 ആണെന്ന് നോക്കാം. അപ്പോൾ ഐ ലെസ് ദാൻ 5 എന്താ വെച്ചാൽ നമ്മുടെ അറേൻ്റെ അകത്തോടായിട്ട് 5 എന്നുള്ള കൊടുത്തില്ല. നമ്മുടെ ഐയുടെ വാല്യൂ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഐ ലെസ് ദാൻ 5 ആണെന്ന് നോക്കാം. 5-നേക്കാളും ചെറുതാണ് ഐ എന്ന് നോക്കാം. ഐയുടെ വാല്യൂ എന്താണ് 0. അപ്പോൾ സംഭവം ശരിയാണ്. ഇനി നടക്കണമെന്ന് വെച്ചാൽ അപ്ഡേഷനാണ്. അപ്പോൾ അപ്ഡേഷൻ നടക്കാൻ വേണ്ടി നമുക്ക് അപ്ഡേഷൻ്റെ ഇവിടോട്ടായിട്ട് I++ എന്ന് കൊടുക്കാം. I++ എന്ന് പറഞ്ഞു വെച്ചാൽ ഐയുടെ വാല്യൂ 1 വെച്ചുകൊണ്ട് കൂടും. സംഭവം അത് കണ്ടീഷൻ ശരിയാണെന്ന് നോക്കും. കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഐയുടെ വാല്യൂ 1 വെച്ചുകൊണ്ട് അപ്ഡേഷനിലോട്ട് മാറും. അപ്പോൾ ഐയുടെ വാല്യൂ 1 വെച്ചുകൊണ്ട് കൂടുന്നതാണ്. പിന്നെയും കണ്ടീഷനിലോട്ട് തന്നെ വരും. പിന്നെ സംഭവം ശരിയാണെന്ന് നോക്കും. അപ്പോൾ ഐ ലെസ് ദാൻ 5 തന്നെയാണ്. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ ആദ്യം 0 ആയിരുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 0 എന്ന് മാറിയാണ്ട് 1 ആയിട്ടോ. ഇവിടെ ഐയുടെ വാല്യൂ ആദ്യം 0 ആയിരുന്നു. അപ്ഡേഷനിലോട്ട് വന്നതിന് ശേഷം ഐയുടെ വാല്യൂ 1 വെച്ചുകൊണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയിട്ടുണ്ട്. ഇനി പിന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അപ്ഡേഷനിലോട്ട് കണ്ടീഷനിലോട്ട് വന്നതിന് ശേഷം. അപ്പോൾ കണ്ടീഷനിലോട്ട് വന്നതിന് ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ സംഭവം ശരിയാണ്. അതായത് ഐയുടെ വാല്യൂ 1 ലെസ് ദാൻ 5 ആണ്. ഐയുടെ വാല്യൂ എന്താണ് ഇപ്പോൾ 1 ആയിട്ടുണ്ട്. അപ്പോൾ 1 ലെസ് ദാൻ 5 ശരിയാണ്. നമ്മൾ ഐ വെച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. അപ്പോൾ സംഭവം ശരിയാണ്. പിന്നെ എന്താ ചെയ്യുക, അപ്ഡേഷനിലോട്ട് വരും. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ അപ്ഡേഷനിലോട്ട് വന്നതിന് ശേഷം I++, പിന്നെ ഐയുടെ വെച്ചുകൊണ്ട് കൂടും. പിന്നെ നേരെ കണ്ടീഷനിലോട്ട് വരും. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയിട്ടുണ്ട്. പിന്നെ ഐ ലെസ് ദാൻ 5 ആണ് നോക്കുക. ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണ് 2 ആണ്. പിന്നെ സംഭവം ശരിയാണെന്ന് നോക്കാം. അപ്പോൾ ഐ ലെസ് ദാൻ 5 നോക്കുന്ന സമയത്ത് 2 ലെസ് ദാൻ 5 ആണ്. അതായത് ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. അപ്പോൾ 2 ലെസ് ദാൻ 5 സംഭവം ശരിയാണ്. അപ്പോൾ നേരെ അപ്ഡേഷനിലോട്ട് വരും. അപ്ഡേഷനിലോട്ട് വന്നതിന് ശേഷം പിന്നെ ഒന്ന് വെച്ചാണ് കൂടും. അപ്പോൾ 3 ആവും. പിന്നെ നോക്കും. അപ്പോൾ സംഭവം ശരിയാണ്. പിന്നെ വന്നതിന് ശേഷം 4 ആവും. 4 കഴിഞ്ഞതിന് ശേഷം 5 ആണ് നോക്കുക. 5 ആണ് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടീഷൻ തെറ്റും. അതായത് 5 ലെസ് ദാൻ 5 തെറ്റാവുള്ളൂ. അപ്പോൾ നേരെ കണ്ടീഷൻ തെറ്റിന് ശേഷം നമ്മൾ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരും. നമ്മൾ ഫോർ ലൂപ്പിൻ്റെ അകത്തോട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെ അപ്പോൾ അതിന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യം ഫോർ ലൂപ്പിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് മസ്റ്റേഡ് ആ വീഡിയോ കാണണം കേട്ടോ. ഇനി നമ്മുടെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിനകത്ത് നടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് പിൻ മോഡാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് പിൻ മോഡ് എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഫോർ ലൂപ്പിൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റേഡ് അത് കണ്ടുകൊണ്ട് വരിക. അത് കാണാത്ത ഫോർ ലൂപ്പ് അതൊന്നും മനസ്സിലാകത്തില്ല. സംഭവം സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഒന്നൊരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചാറ്റ് GPT ഒക്കെ ഉണ്ടല്ലോ, യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് പിൻ മോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ പിൻ മോഡിലോട്ടായിട്ട് നമുക്ക് ഓരോന്നേരം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് LED നമുക്ക് അറേ മുകളിലുണ്ട്. അപ്പോൾ അറേനെ ഇവിടെ വിളിക്കാം. ഇപ്പോൾ LED എന്ന് വിളിച്ചിട്ടുണ്ട്. LED എന്നത് അറേയുടെ പേരാട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ അകത്തോടായിട്ട് നമുക്ക് I എന്ന് കൊടുക്കാം. I എന്ന് മനസ്സിലായി. I ആണ് ഈ ഫോർ ലൂപ്പിന് വെച്ചാണ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം A0ക്കുള്ള പിൻമോഡ് സെറ്റ് ആവും. അതിന് ശേഷം A1 സെറ്റ് ആവും, A2, A3, A4 അങ്ങനെ ഓരോ പിന്നും നമ്മൾ I വെച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ I വെച്ച് മാറുന്ന സമയത്ത് ഓരോ പിൻമോഡ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. I എന്ന് കൊടുക്കാട്ടോ ഇതിനകത്തോട്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഓരോ LEDയും ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒറ്റ പ്രാവശ്യം എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തോട്ട് I എന്നിട്ട് കൊടുത്താൽ I മാറുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ പിന്നുകൾ മാറുന്നതാണ്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഫോർ ലൂപ്പിൻ്റെ വീഡിയോ കാണാത്തവരാണ് മസ്റ്റായിട്ട് കണ്ടാണ് വരിക. ഇവിടെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാലേ പ്രോഗ്രാമിൻ്റെ ബേസ് ഉള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാവാതെ എന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊന്നും മനസ്സിലായി, നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. നിങ്ങൾ ഫോർ ലൂപ്പിൻ്റെ ബേസിക് ആദ്യം മനസ്സിലാക്കി തരണം കേട്ടോ. നമ്മൾ ലൂപ്പ് തന്നെ 3 വിധമൊക്കെ ഉണ്ട്, ആ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ പിൻമോഡ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും എററോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാനും വേണ്ടിയാണ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കാനും വേണ്ടിയാണ്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോഡിൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു LED ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു LED ഓൺ ആയിരിക്കണം. ആ രീതിയിലാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ഒരു LED ആദ്യം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് സാധാ എഴുതുന്ന പോലെ തന്നെ ഡിജിറ്റൽ റൈറ്റിനകത്ത് എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മുടെ അറേൻ്റെ അകത്തുണ്ടല്ലോ I വെച്ചാണ് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ടായിട്ട് LED വിളിക്കാം. LED നമ്മുടെ അറേയുടെ പേരാണ്. അത് വിളിച്ചതിന് ശേഷം ബ്രാക്കറ്റിനകത്ത് I കൊടുക്കാം കേട്ടോ. I ആണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ I എന്ന് കൊടുക്കുക. അതിനകത്തോട്ടായിട്ട് I എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇത് ലോ ആക്കി കൊടുക്കാം. ലോ എന്ന് പറഞ്ഞാൽ LED ഓഫ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് LED ഓഫ് ആവാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലോട്ടായിട്ട് I അസൈൻ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം I+1 എന്ന് കൊടുക്കാം കേട്ടോ. ഐയുടെ വാല്യൂ ഒന്നിച്ചിങ്ങനെ കൂടണം. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് അവിടെ അറേയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ആണ്. അതായത് 5 LEDക്ക് വേണ്ടിയാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അവിടെ അറയുടെ 5 കണക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ സെമിക്കോൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഡിജിറ്റൽ റൈറ്റ് ഒരു LED ഓൺ ആവാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം കേട്ടോ. ഡിജിറ്റൽ റൈറ്റ് എന്താ ചെയ്യുക, LED ഓൺ ആവാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം. LED ഹൈ എന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹൈ എന്നിട്ട് കൊടുത്താൽ മാറുന്ന അനുസരിച്ച് ഇവിടെ ഓരോന്നിനായിട്ട് ഇങ്ങനെ വരുന്നതാണ്. നമുക്ക് ഹൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഹൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സെമിക്കോൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു LED ഓഫ് ആവാനുള്ളതും അതിന് ശേഷം അവിടെ അറയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അറയുടെ അകത്ത് എത്രത്തോളം കൊള്ളുന്നില്ല, അവിടെ 5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു LED ഓൺ ആവാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡിലേ കൊടുക്കാം കേട്ടോ. ഡിലേ എന്താ വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ സ്പീഡ് കാര്യമൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഡിലേ കൊടുക്കാം. അപ്പോൾ ഡിലേൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്രയും കൊടുക്കാം കേട്ടോ. ഡിലേൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സെക്കൻഡ് എടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു 250 കൊടുത്ത് നോക്കാം. മില്ലി സെക്കൻഡ് 250 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു 250 കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിലേ ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ നമുക്കൊരു LED ചേസർ ഉണ്ടാക്കാനുള്ള കോഡ് ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്ത കോഡിൽ എന്തെങ്കിലും എററോ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എറർ ഉണ്ട്, മനസ്സിലായോ? ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഡിലേൻ്റെ ഇവിടെ ആയിട്ട് സെമിക്കോൺ ഇടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ എററായിട്ട് വരും കേട്ടോ. നമ്മൾ ഈ സംഭവം ചെറിയ ഇതുണ്ട്, ഒരു പുള്ളിക്കൊതി ഇട്ടെടുക്കാൻ മറന്നാണെങ്കിൽ അതൊക്കെ എററായിട്ട് വരും. നമ്മൾ കോഡുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എററില്ല. ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, കോഡ് ചെയ്ത സമയത്ത് ഇപ്പോൾ എററില്ല. അപ്പോൾ നിങ്ങൾക്ക് എററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മസ്റ്റ് ആയിട്ട് ഒരു സംഭവം പുതിയതായിട്ട് പറഞ്ഞത് കേട്ടോ. കോഡിൽ എറർ കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ChatGPT എടുക്കുക. ChatGPT എടുത്തതിന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ മനസ്സിലായല്ലോ. ChatGPT എടുത്തതിന് വെച്ചാൽ നേരെ ഈ കോഡ് നേരെ കോപ്പി ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ചെയ്ത കോഡിൽ എറർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഓപ്പൺ ആയിട്ട് വെബ്സൈറ്റിലോട്ട് പോകാം. ChatGPT ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യാണ്ട് ChatGPT ട്രൈ ചെയ്യാനുള്ള വരിട്ട് നേരെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്, നേരെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ കോഡ് ഞങ്ങൾക്ക് അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ കോഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതൊക്കെ ChatGPT പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതിന് ശേഷം എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ChatGPT ആ എററൊക്കെ മാറ്റിയതിന് ശേഷം നല്ലൊരു കോഡ് ഉണ്ടാവില്ലേ, ആ കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ വളരെ സിമ്പിളായ സംഭവമാണ്. ChatGPT ഒക്കെ നമ്മൾ അതുകൊണ്ടാണ് ഈ കോഴ്സിലോട്ട് ആഡ് ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർ ലൂപ്പ് ആയാലും ഇനി പുതിയ സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. ഇഫ് എൽസ് അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സമയം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാത്തത്, നിങ്ങൾ ആരും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോഡുകൾ ചെയ്യുന്ന സമയത്ത് എറർ വരാൻ, പ്രശ്നങ്ങൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുതിയ ടീച്ചറായിട്ട് നമുക്ക് ആണെങ്കിൽ ChatGPT ഇതാക്കാം കേട്ടോ, കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കോഡിൽ എറർ വരികയാണ്, പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ കാണിക്കും കോഡിൽ എറർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ചെറിയൊരു സെമിക്കോൺ ഇടാൻ മറന്നാണെങ്കിൽ കോഡിൽ എററായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ കോഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എററായിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ നേരെ കോഡ് കോപ്പി ചെയ്യുക, നേരെ ChatGPTയോട് പോയിട്ട് ശേഷം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ എന്താണ് ഇഷ്യൂ ചോദിക്കുന്നത് കാര്യം നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയണമെന്നില്ല. നിങ്ങൾക്കൊരു ബേസിക്കാണ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ചോദിച്ചാൽ മനസ്സിലാവുന്ന കേട്ടോ. അപ്പോൾ ഇത്രയും ബേസിക്കായ കാര്യങ്ങൾ തൊട്ടുകാണ് നമ്മൾ ChatGPT കുറിച്ച് ഉപയോഗിക്കണമൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അറയുടെ കൺസെപ്റ്റ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ChatGPT ചോദിച്ചുകൊണ്ട് ChatGPT അങ്ങനെ ചോദിക്കേണ്ടത് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യാണ് ചെയ്യുക. വെറും എന്നെ കണ്ടാണ് നിൽക്കണം. നിങ്ങൾക്ക് എന്ത് പ്രൊജക്റ്റ് ചെയ്യാനുള്ളത് അത് നേരെ ChatGPT ചോദിച്ചു നോക്കുക. നിങ്ങളൊരു ടീച്ചറായിട്ട് നമ്മൾ ChatGPT പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇത്രയും അടിപൊളിയായ സംഭവം നമുക്ക് കിട്ടുന്ന സമയത്ത് അതൊക്കെ ഉപയോഗിക്കാതെ നിന്നാലും നമുക്ക് വളരെ നഷ്ടമാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ChatGPT കോഡ് ഉണ്ടാക്കാൻ മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് ഏതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ വളരെ അടിപൊളി. അതൊക്കെ വേറെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കി ChatGPT ഉണ്ടാക്കിപ്പിക്കാനൊക്കെ വളരെ അടിപൊളി. നിങ്ങൾക്കൊരു ബേസിക്കുകൾ കോപ്പി പേസ്റ്റ് ചെയ്യാനും അറിഞ്ഞു. പിന്നെ അതേപോലെ എവിടേക്ക് എന്തൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി വെബ്സൈറ്റ് ഉണ്ടാക്കുക, എന്തും ചെയ്യാം. അതൊക്കെ ഒരു വലിയ സമയം നമുക്ക് ആണെങ്കിൽ സെപ്പറേറ്റ് വേറെ വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ChatGPT ഉപയോഗിക്കാൻ പറ്റും. ChatGPT വലിയൊരു സംഭവമാണ്. എന്തായാലും ഇത്രയും ഒരു ചെറിയ ഇതിൽ നിൽക്കുന്നതല്ല ChatGPT. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ. ഇത്രയും സംഭവം ഉണ്ടാകുക ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് കോഡ് ഉണ്ടാക്കാനും പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ രീതിയൊക്കെ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ കോഡ് കാര്യം പറഞ്ഞാൽ കോഡ് നിങ്ങൾക്ക് കമ്പനിയും കാര്യം ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് തന്നെ റെഡിയാണ്. ഇനി നമുക്ക് ചേസറും കാര്യം ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ A0 മുതൽ A4 വരെയുള്ള പിന്നോട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർക്യൂട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ എവിടെയും കൊടുക്കുക ഒരു സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ട് നോക്കിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. അപ്പോൾ ബ്രെഡ് ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെ അത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ A0 മുതൽ A4 വരെയുള്ള ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കോമൺ ആയിട്ട് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ChatGPT മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ChatGPT യൂസ് ചെയ്യാതെ നിങ്ങൾ വെറും ഇതൊക്കെ കണ്ടുകാണ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ വെറും കോപ്പി പേസ്റ്റ് ചെയ്യലുണ്ടാവുള്ളൂ. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ChatGPT ഉപയോഗിക്കണം. ChatGPT ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മാത്രമൊന്നുമല്ല പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ ലോകത്തിൽ എന്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ChatGPT നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പല റിസൾട്ട് തരിക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാനുള്ള മൂഡ് പോകും. അപ്പോൾ അതോടെ നിങ്ങൾ നേരെ ChatGPT ചോദിക്കുക. ChatGPT നിങ്ങൾക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന് വ്യക്തമായ ആൻസർ ChatGPT തരുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുന്നത് ക്ലാസ്സിലൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് എതിരെ വരുന്നതൊക്കെ ഉണ്ടല്ലോ, അത് വരെ ChatGPT ചോദിച്ചാൽ ChatGPT തരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യനും ചോദിച്ചു നോക്കാം. പിന്നെ അതേപോലെ തന്നെ കോഡ് ഉണ്ടാക്കാനും വെബ്സൈറ്റ് ഉണ്ടാക്കാനും ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കോഴ്സിലോട്ട് ChatGPT ആഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും ഫ്രീ ആയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ എന്നാൽ വളരെ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കോഡ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ചിലപ്പോൾ എറർ വരാൻ പ്രശ്നങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ ആളുണ്ടെങ്കിൽ ChatGPT ഉണ്ടെങ്കിൽ പിന്നെ സുഖമാണല്ലോ, ഞാൻ ചോദിച്ചിട്ട് സംഭവം കിട്ടൂലേ. അപ്പോൾ എന്തായാലും നമ്മൾ ChatGPTയോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കിയാണ് മനസ്സിലാക്കാം കോഡിൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ChatGPTയോട് സംസാരിക്കാൻ പറ്റുന്നതാണ്. ടൈപ്പ് ചെയ്താണ് അങ്ങനെ വോയിസ് കാണാണ്ടല്ല. അപ്പോൾ എന്തായാലും ഇനി ടെക്നോളജി വളരുമ്പോൾ ചിലപ്പോൾ ഇനി സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ChatGPT റിപ്ലൈ തരാം. അപ്പോൾ എന്തായാലും പുതിയ ടെക്നോളജി ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അതൊക്കെ ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ, അതാണ് ഇതാണ് പറഞ്ഞു നിൽക്കുക, അതൊക്കെ ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ChatGPT എന്നൊക്കെ പറഞ്ഞാലേ ഒരു വലിയൊരു പുതിയ വിപ്ലവം അവിടെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് സംഭവം വേണ്ടതൊക്കെ ChatGPT ചോദിച്ചു നോക്കാം, പ്രൊജക്റ്റ് ചെയ്യാം, വേണ്ട രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും കുറേ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നേരെ ആർഡിനോയോട് ഈ കോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് LED ചേസർ ഉണ്ടാക്കണം. അത് സിമ്പിളായിട്ട് 0 മുതൽ A4 വരെയുള്ള പിന്നോട്ട് കണക്ട് ചെയ്യുക. പിന്നെ കോമൺ ആയിട്ട് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്യൂട്ടിലൂടെ കാണിക്കാം, അത് നോക്കിയാണ് ചെയ്യാം. പിന്നെ അതേപോലെ ഫോർ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഫോർ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സംഭവമാണ്, വലിയ ഇതൊന്നും ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. പിന്നെ അതേപോലെ തന്നെ മനസ്സിലായിട്ടില്ല ഒരു പേപ്പറും എന്നൊക്കെ എടുത്തുകൊണ്ട് എഴുതി നോക്കി മനസ്സിലാക്കാം. അത് മനസ്സിലായി നേരെ ChatGPT ചോദിച്ചോളൂ, ChatGPT പറഞ്ഞുതരും. ഞാൻ പറഞ്ഞാൽ ഇരട്ടി വലിയ വിവരമുള്ള ആളാണ് ChatGPT. അതിനോട് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഒരു 1ാം ക്ലാസ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ChatGPT പറഞ്ഞുതരും. നിങ്ങൾക്ക് ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ChatGPTയോട് ചോദിക്കാം, മനസ്സിലാക്കാം. ഇത്രയും സമയം ഉണ്ടാകും യൂസ് ചെയ്യാതെ നിൽക്കുന്നത് നിങ്ങൾ വളരെ മണ്ടന്മാരാണ്. കാരണം എന്ത് ചോദിച്ചാലും പറഞ്ഞിരുന്ന ആളുണ്ടാകുമ്പോൾ അത് ചോദിച്ചാൽ എന്നാലും നമുക്ക് പറയുന്നില്ല എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾ ChatGPT യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ആർഡിനോ ബോർഡിലൂടെ അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ കോഡ് സർക്യൂട്ട് കണക്ക് അങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ആർഡിനോ ബോർഡിലൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ChatGPTയോട് ഈ അറേയുടെ കൺസെപ്റ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ChatGPTയോട് ഈ കോഡ്, അതായത് LED ചേസറിൻ്റെ കോഡ് നമുക്ക് ChatGPT കോഡ് ഉണ്ടായിപ്പിക്കണം. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കോഡ് കണക്ക് നമ്മുടെ ആർഡിനോ ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്, മൊബൈലായിട്ടൊക്കെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് ബ്രെഡ് ബോർഡിലോട്ടായിട്ട് ഏകദേശം ഒരു 5 LED ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ A0 മുതൽ A4 വരെയുള്ള ഒരു പിന്നോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പിന്നോട്ട് കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്, നേരെ ആർഡിനോ ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ സർക്യൂട്ട് വേണമെങ്കിൽ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ A0 മുതൽ A4 വരെ കൊടുക്കാനുള്ള സംഭവം ഉള്ളൂ. അപ്പോൾ അതേപോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്തായാലും നേരെ കമ്പയർ ചെയ്ത് നോക്കാം ഈ കോഡ് കണക്ക്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത സമയത്ത് കോഡിൽ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും OTG കണക്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ OTG കണക്ഷൻ ഓണാണ്. എന്തായാലും നേരെ ആർഡിനോ ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താ ഇതിൽ മാറ്റം വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ LED കേസിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു കളറുള്ള LED കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പല LED ഇതിലോട്ട് കണക്ട് ചെയ്തില്ല. എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. ഇത് സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു LED ഓഫ് ആവുന്ന സമയത്ത് മറ്റേ LED ഓണോ, ആ LED ഓഫ് ആവുന്ന സമയത്ത് മറ്റൊരു LED ഓണോ, അങ്ങനെ ഒരു LED ഓഫ് ആകുമ്പോൾ മറ്റൊരു LED ഓണാവുക, ഓഫ് ആവുക ആ രീതിയിൽ പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് സിമ്പിളായിട്ട് ഇങ്ങനെ സ്പീഡിലോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിൽ തോന്നുന്നുണ്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങനെ കത്തിക്കാണ്ട് ഇങ്ങനെ ഒന്ന് കത്തുന്ന സമയത്ത് മറ്റൊന്ന് ഓഫ് പോകും, ഒന്ന് കത്തുന്ന സമയത്ത് ഓഫ്. അപ്പോൾ അങ്ങനെ ഓൺ ഓഫ് എന്ന രീതിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ കളർ കോഡ് കിട്ടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ട് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം കേട്ടോ. നമുക്ക് കളർ കോഡ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു റെഡ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫുള്ള് റെഡ് കളറിന് LED യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞാൽ ആ LED അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ 2 റെഡ് LED പിന്നെ ഒരു ഗ്രീൻ LED 2 വൈറ്റ് LED ഒക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നേരെ ആർഡിനോ ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആർഡിനോ ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്യാണ് കണ്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഓണോ ഓഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്ന രീതിയിൽ തോന്നുന്നുണ്ടോ. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ റെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു റെഡ് LED നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ റെഡ് LED ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിൽ ഇങ്ങനെ തോന്നുന്നുണ്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം എന്തോ ഇങ്ങനെ ഓണോ ഓഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് തോന്നും കേട്ടോ. നമ്മൾ എന്തായാലും കോമൺ ആയ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത്. എന്നാലും കുഴപ്പമില്ല. 2 ഗ്രീൻ LED ആണ് യൂസ് ചെയ്തത്, നേരത്തെ വൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതിലോട്ടായിട്ട് 2 റെഡ് LED 2 ഗ്രീൻ LED ഒരു വൈറ്റ് LED ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ടുള്ള കളർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടോ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന രീതിയിൽ ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ എന്താണ് സർക്യൂട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ആ സർക്യൂട്ട് നോക്കിയാണ് നിങ്ങൾ ചെയ്യുക. പിന്നെ കോമൺ ആയ ഗ്രൗണ്ട് അവിടെ എടുത്തേക്കാണ്, ഇതിനെല്ലാം കൂടെ വേണ്ടിയിട്ട് ഗ്രൗണ്ട് എടുത്തേക്കാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. മൊബൈൽ മാറ്റിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പിന്നോട്ട് കണക്ട് ചെയ്താണ് നേരെ ബാറ്ററിയിൽ നിന്ന് എടുക്കാം.
അതല്ല നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രൗണ്ടിലോട്ട് പിന്നെ 5 വോൾട്ട് നേരിട്ട് അങ്ങനെ കൊടുത്തോണം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. കണ്ടോ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അറയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത് കോഡ് കണക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ChatGPT ചോദിച്ചു നോക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. ChatGPT ചോദിച്ചു നോക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേര് ഇപ്പോൾ എന്താ വെച്ചാൽ LED ചേസർ കേട്ടോ. അപ്പോൾ LED ചേസർ ഉണ്ടാക്കണം, അറ യൂസ് ചെയ്തുകൊണ്ട് LED ചേസർ ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് LED കണക്ട് ചെയ്യേണ്ട പിന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ LED ചേസർ ഉണ്ടാക്കണം, പിന്നെ അതേപോലെ തന്നെ LED ചേസറൊക്കെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയാണ് പിന്നുകൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് A0 മുതൽ A4 വരെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഡിലേൻ്റെ ടൈമും കൂടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുകൂടെ പറഞ്ഞു കൊടുത്താൽ ChatGPT അടിപൊളിയായിട്ട് കോഡ് ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ChatGPT കോഡ് ഉണ്ടാക്കി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ChatGPT ഉപയോഗിച്ചുകൊണ്ട് കോഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് OpenAI വെബ്സൈറ്റിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ OpenAI വെബ്സൈറ്റിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ലോഗിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇമെയിലും പാസ്വേഡൊക്കെ എന്താ വെച്ചാൽ ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് OpenAI വെബ്സൈറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ട്രൈ ChatGPT എന്നുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ChatGPT ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ആദ്യമേ നമ്മളെ ഇതൊന്ന് ഓഫാക്കാം കേട്ടോ. ഇത് ഓണാക്കി എന്നാലും ഫോണിന് ബുദ്ധിമുട്ടാണ് പറഞ്ഞല്ലോ. ഫോണിലോട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പവർ എടുക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾ ആദ്യം ആർഡിനോ ബോർഡിലോട്ട് കോഡ് കണക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വേറെ എക്സ്ട്രാ ഒരു ബാറ്ററി നിങ്ങൾ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യട്ടോ. എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ എടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോൾ നേരെ ChatGPT കൊണ്ട് കോഡ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് LED ചേസർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ വെച്ചുകൊണ്ട് കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സിമ്പിളായിട്ട് ലാംഗ്വേജ് വെച്ചുകൊണ്ട് ചെയ്താൽ മതി, വലിയ ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ LED ചേസർ ഉണ്ടാക്കാനുള്ള രീതിയിൽ കോഡും ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് അറ യൂസ് ചെയ്താണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കണം. പിന്നെ പിന്നുകൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നുകൾ ഏത് പിന്നിലോട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ അടിപൊളിയായിട്ട് ChatGPT കോഡ് ഉണ്ടാക്കി തരും. എന്തായാലും ഞാൻ ആദ്യം കോഡ് ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ കോഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കോഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ അവിടെ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ആർഡിനോ ഡ്രോയിഡിലോട്ട് പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള പിന്നിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി തന്നെ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ അറയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇത് അറയെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. പിന്നെ അതേപോലെ തന്നെ അറയുടെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ അതിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോർ ലൂപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാനും വേണ്ടിയാണ് ഫോർ ലൂപ്പിൻ്റെ വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ബേസിക്കലി സംഭവം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ അതായത് ഏത് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. പിന്നെ ChatGPT വെച്ചാണ് കോഡ് ഇങ്ങനെ ഉണ്ടാക്കിപ്പിക്കുക. എന്നിട്ട് ആ കോഡ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ കോഡ് നേരെ അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ആർഡിനോ ഡ്രോയിലോട്ട് ഇടുക. ആർഡിനോ ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഫോണായിട്ട് എപ്പോഴും ഇങ്ങനെ ആർഡിനോ കണക്ട് ചെയ്ത് വെക്കരുത്. ഓവറായിട്ട് ലോഡ് എടുക്കുന്ന സംഭവങ്ങൾ ഇതിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം മൊബൈൽ ഫോണായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് വെക്കരുത്. മൊബൈൽ ഫോണിൽ നിന്ന് പവർ ഇങ്ങനെ ഓവറായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഫോൺ അടിച്ച് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാണ്ടോ. നമ്മൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും നല്ല യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോണാണ്. അപ്പോൾ ഫോണിൻ്റെ ഒരു ബാറ്ററീൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു പവർ നമ്മൾ പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിന് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ആർഡിനോ ബോർഡിലോട്ട് കോഡും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തെടുക്കാൻ മാത്രം യൂസ് ചെയ്യുക. പിന്നെ വർക്ക് ചെയ്യാനുള്ള പവറും കാര്യങ്ങളും ബാറ്ററി എക്സ്ട്രാ ബാറ്ററി എടുത്തതിന് ശേഷം അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാലും ആ രീതിയിലൊക്കെ ചെയ്യുക. പിന്നെ സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ചെയ്യാനുള്ള സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാണ്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ ഇനി അടുത്ത കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ.